ഞാൻ കെ സോമൻ, ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. ഇന്നിപ്പോൾ ഈ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നത് പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ ഈ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി അഞ്ജന, ഈ ആളുകളും പങ്കെടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു 2-3 കാര്യങ്ങൾ പറയാനാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇന്നലെ രാഹുൽ ഗാന്ധിൻ്റെ ഈ ഇലക്ഷൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ ഭരണനാടകം നമ്മളെല്ലാവരും ഇന്നലെ കണ്ടു. ടെക്നോ പാർക്കിൽ അദ്ദേഹം പോയി കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു 5 പോയിൻറ്റിൻ്റെ വാഗ്ദാനങ്ങൾ, അത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു. ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കണം. നമ്മളെല്ലാവരും ഇത് പരിശോധിക്കണം. കോൺഗ്രസ് പാർട്ടീൻ്റെ രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടീൻ്റെ രാഷ്ട്രീയം ഒരു വാഗ്ദാനത്തിൻ്റെ രാഷ്ട്രീയമാണ്, ഒരു ഫേക്ക് പ്രോമിസസിൻ്റെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഇത് കേരളത്തിൽ നടക്കുന്നത് ആദ്യമായിട്ടല്ല കോൺഗ്രസ് ചെയ്യുന്നത്. അവർ ബീഹാറിൽ ചെയ്തു, മഹാരാഷ്ട്രയിൽ ചെയ്തു, ഡൽഹിയിൽ ചെയ്തു, 2024 ലോക്സഭ ഇലക്ഷനിൽ ചെയ്തു, ഹിമാചൽ പ്രദേശിൽ ചെയ്തു, തെലങ്കാനയിൽ ചെയ്തു, കർണാടകയിൽ ചെയ്തു. പക്ഷേ ഇന്ന് അതൊന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇലക്ഷനിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിൽ വെറുതെ പറഞ്ഞു ഓടിപ്പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്കൊരു കാഴ്ചപ്പാട്, നാടിനെ നന്നാക്കാനോ നാടിന് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒരു കാഴ്ചപ്പാടോ ഐഡിയ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. വെറുതെ ഒരു വാഗ്ദാനം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിൽ, പഴയ രീതിയിൽ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ കോൺഗ്രസ് പാർട്ടീൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് നമ്മളൊന്ന് ഇന്ന് പരിശോധിക്കണം, പഠിക്കണം. രാഹുൽ ഗാന്ധിൻ്റെ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഇന്ന് എന്താണ് സ്ഥിതി? ജനങ്ങൾ വിശ്വസിച്ചു, അവർക്കൊരു അവസരം കൊടുത്തു, അവരുടെ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തു. തെലങ്കാനയുടെ മുഖ്യമന്ത്രി പറയുന്നു, ശമ്പളം കൊടുക്കാൻ കാശില്ല, കടം വാങ്ങിച്ചിട്ട് മാത്രമേ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നുള്ളൂ. തെലങ്കാന സർക്കാർ ഫാം ലോൺ വേവർ പ്രഖ്യാപിക്കുന്നു, പക്ഷെ അവിടുത്തെ കർഷകർക്കൊന്നും കാശ് കിട്ടുന്നില്ല. തെലങ്കാന സർക്കാരിൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ലോൺ വേവറിന് കാശ് എവിടുന്ന് കിട്ടും എന്ന് അത് കിട്ടുന്നില്ല. എങ്ങനെയാണ് അത് റേസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 2-3 മാസം ഡിലേ, പെൻഷൻ 6-7-8 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. കർണാടക കോൺഗ്രസ് ഈ ഗ്യാരണ്ടി പറഞ്ഞിട്ട് ജനങ്ങളെ ശ്രദ്ധ തിരിച്ച് വിഡ്ഢിയാക്കി ഭരണം പിടിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക. അവിടെ ഡെവലപ്മെൻറ്റിന് കാശില്ലാന്ന് അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഫേക്ക് പ്രോമിസസ് ഇത് ഇലക്ഷന് മാത്രം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഉറപ്പുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ
അത് അവർ ഇതിന് മുമ്പും പല സംസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പേരിൽ വോട്ട് നേടിയിട്ടുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് BJP മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ സമയത്ത് മുൻപോട്ട് വെച്ച ഒരു സാമ്പിളാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. എന്തെങ്കിലും പറയാ, എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുക, ഏത് വിലയാണെങ്കിലും ഏത് ലെവലിലും പോവാൻ തയ്യാറാണ് കോൺഗ്രസ് പാർട്ടി ഭരണം പിടിക്കാൻ. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഭരണം പിടിക്കേണ്ടത്? അല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ? അല്ല. വികസനം കൊണ്ടുവരാനാണോ? അല്ല. പിന്നെ എന്തിനാണ്? അഴിമതി. ഞാനൊരു മാധ്യമ സുഹൃത്തോട് എൻ്റെ ഒരു റിക്വസ്റ്റ്, അഭ്യർത്ഥന, ഇതെല്ലാം ഒന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം. ഞാനൊരു കൃത്യമായ ഒരു ഉദാഹരണം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, രാഹുൽ ഗാന്ധിൻ്റെ രാഷ്ട്രീയത്തിനെ കുറിച്ചൊരു ഉദാഹരണം ഞാൻ മുമ്പോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു തെളിവുകൊണ്ട് ഞാൻ പറഞ്ഞ, ഇതെല്ലാം ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. 2009 ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധിൻ്റെ കോൺഗ്രസ് ഒരു ഫാം ലോൺ വേവർ പ്രഖ്യാപിച്ചു. കർഷകർക്ക് അവരുടെ കടം വായ്പ നമ്മൾ വേവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പ്രഖ്യാപിച്ചു. 45,000 കോടി എന്തോ ആയിരുന്നു അതിൻ്റെ ചെലവ്, എലക്ഷൻ്റെ തൊട്ടു മുമ്പ്. എലക്ഷൻ കഴിഞ്ഞിട്ട് CAG അത് ഓഡിറ്റ് ചെയ്തപ്പോൾ CAG കണ്ടുപിടിച്ചത്, ഇത് UPA ഭരിക്കുന്ന സമയത്ത് CAG ഓഡിറ്റ് ചെയ്തതാണ്, 30% ലോൺ വേവറിൽ തട്ടിപ്പായിരുന്നു. അപ്പോൾ പാവങ്ങളുടെ പേരിൽ പദ്ധതികളും പ്രോഗ്രാമും പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് പാർട്ടി വോട്ട് നേടാൻ ഓരോരോ വാഗ്ദാനം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഉദാഹരണം, രാഹുൽ ഗാന്ധി. ഇത് രാഹുൽ ഗാന്ധിയാണല്ലോ അവരുടെ ഹീറോ, സ്റ്റാർ, ഐഡിയോളജിക്കൽ മെൻറ്റർ, ഇക്കണോമിക് വിഷണറി. ലോക്സഭയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു കോൺഗ്രസ് ഒരു കട്ടാക്കട്ട് പ്രോഗ്രാം നടത്തി. മഹിളകൾ അത് എൻറോൾ ചെയ്താൽ, ഒരു ഫോം എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മഹിളകൾ അത് എൻറോൾ ചെയ്താൽ അവർക്ക് എല്ലാ മാസം ഒരു ഗ്യാരൻറ്റീഡ് എമൗണ്ട് കിട്ടും. അപ്പോൾ ഇലക്ഷൻ്റെ മുമ്പ് ആൾക്കാർ ആയിരക്കണക്കിന് ലൈനിൽ നിന്നു, ഫോം ഫില്ല് ചെയ്തു. എലക്ഷൻ വന്നു, എലക്ഷൻ പോയി, റിസൾട്ട് വന്നു, ഇലക്ഷൻ മുമ്പോട്ട് പോയപ്പോൾ ആർക്കും ഒരു നയാ പൈസ കിട്ടിയില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി അവരെ പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, പാവങ്ങളെ ശ്രദ്ധ തിരിച്ച് പാവങ്ങളുടെ മുമ്പിൽ പോയി ഓരോരോ കാര്യം പറഞ്ഞ് അവരുടെ വോട്ട് നേടി എലക്ഷൻ കഴിഞ്ഞിട്ട് കയ്യും വിട്ട് വഞ്ചിക്കാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഇതൊരു മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കോൺഗ്രസ് പാർട്ടിയാണ് 1970s-ലും 80s-ലും ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് എത്രയോ കൊല്ലം ഭരിച്ചത്. ഗരീബി എവിടെയും പോയില്ല. കോൺഗ്രസിൻ്റെ അടുപ്പുള്ള ബിസിനസ്മാനിൻ്റെ കാശും അവരുടെ വെൽത്ത് വർദ്ധിച്ചു. അപ്പോൾ ഇതൊരു പഴയ രീതിയാണ് കോൺഗ്രസിൻ്റെ. പാവങ്ങളെ പറ്റിക്കുക, പൊട്ടന്മാരാക്കുക, എന്തെങ്കിലും പറയാം ഇലക്ഷൻ്റെ സമയത്ത്. പക്ഷേ കർണാടകയിൽ നടന്നു, തെലങ്കാനയിൽ നടന്നു, ഹിമാചൽ പ്രദേശിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ ഇലക്ഷൻ അത് നടന്നിട്ടില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് നുണയാണ്, ഇത് ഇവർക്ക് ഒരു ആത്മാർത്ഥമായ സത്യസന്ധയോടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. താല്പര്യമില്ലാതെ മാത്രമല്ല, ഇത് കഴിയില്ല. അത് ഒരു വശം. രണ്ടാമത്തെ പോയിന്റ് ഇതിനെക്കുറിച്ച് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ എലക്ഷൻ ഈ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ഇലക്ഷനെ കുറിച്ചാണ്. ഇത് മഹാരാഷ്ട്രയല്ല, ഇത് മറ്റ് ഒരു ഇക്കണോമിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് അല്ല. ഇന്ന് ഈ കേരളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം.
ഇന്ന് ഈ കേരളത്തിൽ 100 രൂപ ഗവൺമെൻറ്റിന് കിട്ടുന്ന 100 രൂപയിൽ 92.5 രൂപ പോകുന്നത് കടം, പലിശ, ക്ഷേമ പദ്ധതികൾ പോകുന്നു. ഡെവലപ്മെൻ്റ് ഉള്ള കാശ് 7.5%. അതുകൊണ്ടാണ് KSRTC ജീവനക്കാർക്ക് ഇന്ന് ശമ്പളം കിട്ടുന്നത് എത്രയോ മാസം കഴിഞ്ഞിട്ട്, പെൻഷൻ കിട്ടുന്നില്ല. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സൗജന്യ KSRTC സ്കീം. അപ്പോൾ KSRTC എന്താ സ്ഥിതിയായിരിക്കും? അതിനെക്കുറിച്ചൊരു വാക്ക് പറയുന്നില്ല. KSRTനെ എങ്ങനെ സംരക്ഷിക്കും, KSRTനെ എങ്ങനെ ശക്തമാക്കും, അതിനൊരു വാക്കുമില്ല. കാരണം അതിന് അധ്വാനിക്കണം, അതിന് കാര്യങ്ങൾ ചെയ്യണം. ഇത് പറയാനൊന്നുമില്ലല്ലോ, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ്, സൗജന്യ യാത്ര. അപ്പോൾ ഈ ഇലക്ഷൻ നിർണായകമായ ഇലക്ഷനാണ്, നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഇലക്ഷനാണ്. ഓരോരോ ഗിമ്മിക്ക് വന്ന് ഇവിടെ പറയുന്ന രാഷ്ട്രീയക്കാരെ ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് വികസനം, വികസിത കേരളം. സംസ്ഥാന സർക്കാരിന് റിസോഴ്സസ് ഉണ്ടാക്കാനും റിസോഴ്സസ് നിക്ഷേപം വഴിയും ഇക്കണോമിക് ആക്ടിവിറ്റി വഴിയും സംസ്ഥാന സർക്കാരിന് കഴിവില്ലെങ്കിൽ ഈ ഒരു വാഗ്ദാനം, ഇങ്ങനത്തെ ഒരു സ്കീമും നടക്കില്ല. അതുകൊണ്ടാണ് BJP NDA മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് എക്സ്പാൻഡും ചെയ്യും. അത് ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ റിസോഴ്സസ്, സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയും സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് വർദ്ധിക്കാൻ ഞങ്ങളുടെ അടുത്ത് കാഴ്ചപ്പാടുമുണ്ട്, സ്കീമുണ്ട്, പ്ലാനുമുണ്ട്. ഇതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ വരുമ്പോൾ കേട്ടതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇറാനിന് വേണ്ടിയോ യുദ്ധത്തിൻ്റെ എതിരെയോ എന്തോ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നുണ്ട് എന്ന്. അത് വെൽക്കമാണ്. നമ്മൾ ആർക്കും, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല, വികസനത്തിൻ്റെ കാലമാണ്. യുദ്ധം ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി നമ്മൾ സോൾവ് ചെയ്യണം. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെയും BJP NDAൻ്റെ ഒരു എസ്റ്റാബ്ലിഷ് പൊസിഷനാണ്. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഇറാൻ എന്തുകൊണ്ട് പറയുന്നു? നിങ്ങളുടെ പ്രീണ രാഷ്ട്രമാണോ? എന്തുകൊണ്ട് നമ്മളെ മലയാളികൾ താമസിക്കുന്ന GCC രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല? ഇറാൻ്റെ ഈ അറ്റാക്ക് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ചെയ്യണം. കാരണം മലയാളികൾ താമസിക്കുന്നത് ബഹ്റൈനിലും കുവൈറ്റിലും സൗദി അറേബ്യയിലും UAEയിലും ആണ്. അപ്പോൾ യുദ്ധം വേണ്ട എന്ന് പറയുമ്പോൾ ഇറാനോടും പറയണം. ഞാനിപ്പോൾ ഇറാൻ്റെ എതിരെയാണെന്നും ഞങ്ങളുടെ പൊസിഷൻ അതല്ല. ഞങ്ങളുടെ സർക്കാരാണ് ഇറാൻ്റെ ആ ഷിപ്പിനെ സംരക്ഷിക്കാൻ കൊച്ചിയിൽ അനുവാദം കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പീഡരാഷ്ട്രം നിങ്ങളെ അന്ധന്മാരാക്കരുത്. ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞത്, 30 ദിവസം കൊണ്ട് ഇലക്ഷന് ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ പാർട്ടി 10 കൊല്ലം ഭരിച്ച നാടാണ് കേരളം. ഇറാൻ്റെ ജനങ്ങളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തത്, മലയാളികളാണ് കൊടുത്തത് മാൻഡേറ്റ്. ഇവിടുത്തെ മലയാളികളാണ് മാൻഡേറ്റ് കൊടുത്തത്, വിശ്വസിച്ചു, അവസരം കൊടുത്തു. അപ്പോൾ ഇനി ഇപ്പോൾ ഇലക്ഷൻ്റെ 10 ദിവസം, 20 ദിവസം, 30 ദിവസം മുമ്പ് നിങ്ങൾ ഈ 10 കൊല്ലത്തിൽ എന്ത് ചെയ്തു നാടിന് വേണ്ടി, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, അതൊന്ന് പറയാൻ തുടങ്ങും. ഇത് വെറുതെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇറാന്, ഗാസ, സിറിയ, ലണ്ടൻ, ടോക്കിയോ, ചൈന, ബെയ്ജിംഗ് എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏറെ ബഹുമാനത്തോട് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 10 കൊല്ലം 22 ലക്ഷം കോടി ചെലവാക്കി ഈ സർക്കാർ, നിങ്ങൾ നയിച്ച ഒരു സർക്കാരാണ്. എന്തെല്ലാം ചെയ്തു അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം, കരുത്തുണ്ടാവണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥന ചെയ്യുന്നു, നിങ്ങൾ വന്ന് ചർച്ച ചെയ്യും, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. മൂന്നാമത്തത്, ഞാനൊരു ചെറിയൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടു, അത് ഫേക്കാണോ റിയൽ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധി മിന്നാന്ന് പറഞ്ഞു CPM-ഉം BJP-യും തമ്മിലൊരു അന്തർധാരണ ഉണ്ടെന്ന്. രാഹുൽ ഗാന്ധിൻ്റെ ഒരു പ്രചരണം.
പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആരാണെങ്കിലും ഇപ്പോൾ സാധാരണ മലയാളിയോട് ചോദിച്ചാൽ അറിയാം, ഈ നാട്ടിൽ അണ്ടർസ്റ്റാൻഡിങ് ആര് തമ്മിലാണ്? CPM കോൺഗ്രസ് തമ്മിലാണ്. CPM കോൺഗ്രസ് തമ്മിൽ ആദ്യവും ഈ അണ്ടർസ്റ്റാൻഡിങ് അന്തർധാരണ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഇന്നൊരു പോസ്റ്റ് കണ്ടു, ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ സന്ദീപ് പറഞ്ഞു അത് ഫേക്ക് ആയിരിക്കും, പക്ഷേ ആണോ അല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് K മുരളീധരൻ്റെ ഒരു പേരിലൊരു പോസ്റ്റ് ഞാൻ കണ്ടു, ഞങ്ങൾ ഒരുമിച്ച് BJPനെ തോൽപ്പിക്കും എന്നൊരു ആശയം, ഒരു ഫീലിംഗ്. ഞാനത് അങ്ങനെ ആണെങ്കിൽ, അത് സത്യമാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, അത് ഫോൾസ് ആണോ ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു ആലോചനയും ചിന്തയും CPM കോൺഗ്രസ്സിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഈ ഇലക്ഷനിൽ എന്ത് കസറത്ത് CPM കോൺഗ്രസ് ചെയ്താലും, എന്ത് പൊളിറ്റിക്കൽ തന്ത്രം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും, ജനങ്ങൾ തീരുമാനിക്കും അവരുടെ ഭാവി ഈ രണ്ട് പാർട്ടിൻ്റെ കയ്യിൽ കൊടുക്കണോ, ഒരു പുതിയ മാറ്റം വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു. അത് നിങ്ങളിങ്ങനെ പറയുമ്പോഴും ആലോചിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു വെല്ലുവിളി കൊടുക്കുകയാണ് നിങ്ങൾ. ഈ വിലക്കയറ്റം, ഈ തൊഴിലില്ലായ്മ, ഈ അഴിമതി, ഈ ശബരിമല കൊള്ള തുടരും എന്ന് പറയുന്ന LDFും UDFന് ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾ അവരെ പുറത്താക്കും. ഒരു രാഷ്ട്രീയ മാറ്റം വേണം, രാഷ്ട്രീയത്തിലൊരു മാറ്റം വേണം, രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം വേണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ ആഗ്രഹം. ഇത് മാത്രമാണ് 3 പോയിന്റ് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അത് നടക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ മുതൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ CPMനെ UDFനെ രാഷ്ട്രീയം ഡിസ്ക്രൈബ് ചെയ്യാൻ. ഭരണനാട്യം, ഇതാണ് അവർ ചെയ്യുന്നത്. ചെയ്യട്ടെ നാടകം. ആരാണ് ഇവിടെ 10 കൊല്ലം ഭരിച്ചത് കോർപ്പറേഷനിൽ? ആരാണ് സർക്കാർ ഭരിച്ചത് 10 കൊല്ലം? അത് CPM അല്ലേ? 1.5 മാസം ഭരിക്കുന്ന കോർപ്പറേഷനെ അവരാണ് ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നത്. ആരെ വെട്ടിയാക്കുന്നത്? MLA-മാരാരവിടെ? CPMന്റെ MLA-മാരല്ലേ? നന്നായി ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റി പറഞ്ഞോളൂ. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സെക്രട്ടറി, ആ ട്രസ്റ്റിന്റെ സെക്രട്ടറി വന്ന കാര്യം പറഞ്ഞല്ലോ, എന്നിട്ടും മാറുന്നില്ല. ഇതല്ല നോക്ക്, ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയണേ. ഇവിടെ ആർക്കും ഈ CPMനും കോൺഗ്രസിനും കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു താല്പര്യമില്ല, പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. എന്തെങ്കിലും സൃഷ്ടിക്കുക, എന്തെങ്കിലും ഒരു പ്രചരണം സൃഷ്ടിക്കുക, ആ ഒരു പ്രചരണത്തിനെ ട്രോള് വഴി ആംപ്ലിഫൈ ചെയ്യുക. ജനങ്ങൾ പൊട്ടന്മാരല്ല, ജനങ്ങൾക്ക് എല്ലാം അറിയാം. ഞാൻ അന്ന് മുഴുവൻ തിരുവനന്തപുരം യാത്ര ചെയ്ത വ്യക്തിയാണല്ലോ, ഞാൻ കണ്ടതാണല്ലോ. ഞാൻ രാജേഷിനെയും ആശാനാഥിനെയും കോർപ്പറേഷൻ്റെ എല്ലാ ജീവനക്കാരെയും കൺഗ്രാജുലേറ്റ് ചെയ്തതാണല്ലോ. എന്നിട്ടാണ് ഇവർ ഇന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് നാടകം ചെയ്യുന്നത്. 10 കൊല്ലം ഭരിച്ചു CPM. ഇനിയിപ്പോൾ എന്ത് നാടകം ചെയ്താലും ഈ ഇലക്ഷനിൽ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ 10 കൊല്ലം എന്ത് ചെയ്തു, ഞങ്ങൾ 1.5 മാസം എന്ത് ചെയ്തു എന്നല്ല ചോദിക്കേണ്ടത്. 10 കൊല്ലം നിങ്ങൾ ഭരിച്ചു, 22 ലക്ഷം കോടി ചെലവാക്കിയ സർക്കാരാണ്. എന്നിട്ട് ഞങ്ങളുടെ 1.5 മാസത്തിൻ്റെ റിപ്പോർട്ട് കാർഡ് എടുക്കാനാണോ CPM ഇറങ്ങുന്നത്? ഇതാരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? ഇല്ല, ആയിരുന്നില്ല. അത് ഞാൻ സമ്മതിക്കുന്നില്ല. ഇത് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് രാജേഷ് നോക്കിക്കോളും. പക്ഷെ അത് ഈ ഇലക്ഷൻ്റെ ഇഷ്യൂ എങ്ങനെ ആയി? അല്ല, ഞാൻ ചോദിക്കുന്നത് 30 ദിവസത്തിൽ ഒരു അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇഷ്യൂ എങ്ങനെ ആയി മാറി? അപ്പോൾ പറയൂ.
അതാണ് രാവിലെ ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അവിടെ വന്ന ആൾക്കാരിനെ വീണ്ടും ഉള്ളത് കൃത്യമായി തന്നെ മാലിന്യ നീക്കം നടത്തിയിട്ടുണ്ട്. അതിൽ ആർക്കും CPM ഇപ്പോൾ ഈ 45 വർഷം ഇവരെ കയ്യിരുന്ന കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ നിരാശയും ദുഃഖവും വിഷമവുമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്ന സഖാക്കന്മാരെയാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് എന്ത് പറയുന്നു തന്നെ അവർക്കറിയില്ല. ഈ ചെറുവയ്ക്കലിലും ഈഞ്ചക്കലിലും അവിടെ പോയാണല്ലോ ഇത് നടത്തിയത്. 20 വർഷമായി അവിടെ തന്നെയാണ് മാലിന്യങ്ങൾ നീക്കിയിട്ട് അവിടെ നിന്നാണ് വീണ്ടും മാറ്റപ്പെടുന്നത്. ഇത് അറിയാം. ഇത് മന്ത്രി ശിവൻകുട്ടിക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം കൂടെ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം വന്നത്. വീണ്ടും റഹീം ജില്ലാ സെക്രട്ടറി, പുതിയൊരു ആക്ടിംഗ് സെക്രട്ടറി ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ ഇതിൻ്റെ പുറകെ മറുപടി പറയാൻ BJPക്കുള്ള സമയമൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും പറയുന്നു, BJPക്ക് വിജയത്തിൻ്റെ ആലസ്യമൊന്നുമില്ല. 12 വർഷമായി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കിട്ടി ഞങ്ങൾ ആഹ്ലാദമുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങളെ 45 വർഷത്തെ കിരാത വാഴ്ചയ്ക്ക് കൊടുക്കാതെ ഈ ജനങ്ങളെ മോചിപ്പിച്ചതിൽ BJPക്ക് സന്തോഷവും ആഹ്ലാദവും ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട്. പക്ഷേ ആലസ്യമായി നടക്കുന്നില്ല. കൃത്യമായും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് മേയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. നഗരം ചുറ്റി കറങ്ങി എല്ലാവർക്കും ഈ മാലിന്യമൊന്നും കാണാത്ത അവസ്ഥയുണ്ട്. ആഴ്ചകൾ തോറും നഗരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ചുടുകട്ട അടുക്കി വെച്ചിരുന്നൊരു സംഭവമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻ സമയങ്ങളിലൊക്കെ പ്രശ്നമായിരിക്കും. ഇപ്പോൾ മാലിന്യം കാണാതിരിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം ഗൂഢാലോചന ഉള്ളതായിട്ട് ഈ ശബരിമലയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ തുടർച്ച തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഗൂഢാലോചന. ഇത് തകർക്കുവാനുള്ള ശ്രമമാണ്, അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. ആദ്യം ജല അതോറിറ്റിയും ജലമന്ത്രിയും അവരെ ആയുധമാക്കിക്കൊണ്ട് CPM കളിച്ച കളിയാണ് കുടിവെള്ള ക്ഷാമം സൃഷ്ടിക്കപ്പെട്ടത്. അതിനെതിരെ BJP ശക്തമായി തന്നെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള എല്ലാ രീതിയിലും ഇവിടെ പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകളായിട്ടുള്ള ഭക്തജനങ്ങളെയും കുട്ടികളെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPM പ്രവർത്തിച്ചിട്ടുള്ളത്. അത് CPM ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJPയുടെ ഭരണസമിതിയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്തം. അവരെല്ലാം ചെയ്തിട്ടില്ല, ജനങ്ങളെ ദ്രോഹിക്കുന്നത് BJP ആണ് എന്ന് വരുത്തി തീർക്കാനും മാസങ്ങൾ 30 ദിവസത്തിനകത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഗിമിക്സ് കാണിക്കുവാനുള്ള തന്ത്രമാണ് CPM നടത്തുന്നത്. അതേ ഉള്ളവരെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിലൊരു സംശയവും ഞങ്ങൾക്കില്ല. ഈ CPMഉം ഈ കോൺഗ്രസും ഞങ്ങളെ തോൽപ്പിക്കാനും ജനങ്ങളെ തോൽപ്പിക്കാൻ ഏത് ലെവലിൽ വരെ പോകുമെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ഇതുപോലെ പ്രചരണം നടത്തും. പിന്നെ അതുമാത്രമല്ല, ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്ന് വരികയാണ്. 2 ദിവസം അവിടെ ആയിരുന്നു. എത്രയോ ലോക്കൽ ബോഡിയിൽ BJP ഉള്ളൊരു വാർഡിൽ അവർ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. റോഡ്, കുടിവെള്ളം, വീട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അവർ ഈ കാൽക്കുലേഷനല്ല, ഇതൊന്നും നടക്കില്ല. ഇതെല്ലാം ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്, ഇതെല്ലാം അതിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു. ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ജനങ്ങളെ വെടിയാക്കുക, ഒരു പ്രചരണം നടത്തുക, പിന്നെ സോഷ്യൽ മീഡിയ വഴി അത് ആംപ്ലിഫൈ ചെയ്ത് നിങ്ങളുടെ ട്രോൾ ആർമി വഴി ഇതിനെ സത്യമാണെന്ന് സാധിപ്പിക്കാൻ ഒരു ശ്രമം, ഇത് ഇനി നടക്കില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും രാഹുൽ ഗാന്ധിയോടും എൻ്റെ ഒരു സ്റ്റാൻഡിങ് ഓപ്പൺ ചാലഞ്ചാണ്. നിങ്ങൾ ഈ എലക്ഷൻ മത്സരിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് ഇറങ്ങി ഡിബേറ്റ് ചെയ്യുക. ഓരോരോ ചർച്ചയെ കുറിച്ച് ഡിബേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവസരം കിട്ടിയല്ലോ, നിങ്ങൾ എന്ത് ചെയ്തു, ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, വെറുതെ ഒരു പോയിന്റ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. കാരണം ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കയ്യും പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പോകുന്നില്ല. ഞങ്ങളൊരു അധ്വാനിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ നാടിനെ നന്നാക്കണമെന്ന്. ഈ 2 സഖാവന്മാർ പോയിട്ട് നാടകം ചെയ്യുന്നത് ഞങ്ങളെ ബാധിക്കുന്നതാണ് അവരുടെ വിചാരം. ജനങ്ങളെ ബാധിക്കുന്നോ? നടക്കില്ല. ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇതെല്ലാം സൈഡിൽ വിട്ട് ധൈര്യവും കരുത്തുണ്ടെങ്കിൽ വന്ന് ചർച്ച ചെയ്യാം. ഞങ്ങളെ ഈ വികസന മത്സരത്തിൽ ഞങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ.
പക്ഷെ ഇങ്ങനെ ഒരു പ്രചരണം എന്തെങ്കിലും പ്ലാൻ ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ് അതും പിന്നെ ഒരു വലിയ ട്രോൾ ആർമി ഉണ്ട് അതിൻ്റെ പിന്നിൽ, എന്തെങ്കിലും ആംപ്ലിഫൈ ചെയ്തത് അത് സത്യമാണെന്ന് എന്താ സെറ്റ് ചെയ്യാൻ നോക്കുന്നത്, അതൊന്നും നടക്കില്ല എന്ന്. ഇത് മാറ്റത്തിൻ്റെ കാലമാണ്. രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം വരും. മാധ്യമ സുഹൃത്തോളം എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങളും മാറണം. ഡിബേറ്റിന് വേണ്ടി ഒരു പുഷ് ചെയ്യൂ എല്ലാവരും. അവരോട് ചോദിക്കൂ, എന്തുകൊണ്ട് BJPൻ്റെ ഒപ്പം നിങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറല്ല വികസനത്തിനെ കുറിച്ച്, നാടിൻ്റെ ഭാവിനെ കുറിച്ച്? ഈ ഒരുമിച്ച് തുടരാം, ഒന്നായി തുടരാം എന്ന് പറയുമ്പോൾ എന്തു തുടരാമെന്ന് ചോദിക്കണ്ടേ? ശബരിമല കൊള്ള തുടരാമെന്നോ, അഴിമതി തുടരാമെന്നോ, എന്താണ് തുടരാമെന്ന് നിങ്ങൾ എന്താണ് അവരുടെ വാഗ്ദാനം? ഇത് ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ, എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ തന്നെ അവരോട് പറയൂ. ഇങ്ങനത്തെ രാഷ്ട്രീയമെല്ലാം ഒരു മാറ്റി വെച്ച് നമ്മളൊരു ചർച്ച, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം, ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ശരി, നമസ്കാരം. അത് നിങ്ങൾ ഞാനിത് കഴിഞ്ഞ ആ സമയത്ത് മറുപടി നൽകിയിരുന്നു. അങ്ങനെ ഒരു പേപ്പർ നോട്ടീസോ ഒന്നും എൻ്റെ കയ്യിൽ ഇതിനും കിട്ടിയിട്ടില്ല. അതേ ഉള്ളൂ. നിങ്ങൾ മേലോട് ചോദിക്കാം. അത് ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇല്ല, നോക്കൂ, ഞങ്ങൾ ഒരു ആരും ആര് പറഞ്ഞ് താല്പര്യമില്ല. ഒന്നല്ലേ, 2 പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആരെയും സ്ഥാനാർത്ഥി സ്റ്റേറ്റസ് പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല, മനസ്സിലല്ലേ? നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത് പ്രവർത്തകരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശോഭാജി പാലക്കാട് പോയിട്ട് ചുമരെഴുത്ത് ചെയ്യുമ്പോൾ ശോഭാജി സ്ഥാനാർത്ഥിയായിട്ടല്ല പോകുന്നത്, ഒരു പ്രവർത്തകർ ലീഡറായിട്ട് പോകുന്നു. ശീലേഖാജി അവിടെ ചുമരെഴുത്ത് ചെയ്യുന്നത് പ്രവർത്തകരായിട്ട് ചെയ്യുന്നു. ഞാൻ നിയമത്തിൽ ചെയ്യുമ്പോൾ ഞാൻ പ്രവർത്തകനായിട്ട് ചെയ്യുന്നു. സോമൻജി പോകുന്നത് കാൻഡിഡേറ്റായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല. അതൊരു 15-ാം തീയതി 16-ാം തീയതി നടക്കും എന്നാണ് കറക്റ്റ് ഫാക്റ്റ്. എന്തോ ആരാണ് ചെയ്യുന്നത്? CPM-കാരായിരിക്കും. വേറെ ആരാ? ഈ നാട്ടിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പ്സ് ആണല്ലോ. ഒന്ന് CPM-കാർ, മറ്റേത് കോൺഗ്രസ്സുകാർ. ഞങ്ങൾക്ക് അതിന് സമയമില്ല. ഓക്കെ.